നമുക്കേവർക്കും ഏറ്റവും പ്രിയപ്പെട്ട വാക്കും വ്യക്തിയുമാണ്. അഗാധ സ്നേഹത്തിൻ്റെ അക്ഷയഖനിയാണ് അമ്മയുടെ ഹൃദയം. ഹൃദയം എന്നത് കേവലം ഒരു അവയവമല്ല, മറിച്ച് അത് ആന്തരിക അവയവങ്ങളുടെ ഉറവിടവും ഇരിപ്പിടവുമാണ്. വിമല ഹൃദയത്തിൻ്റെ ശക്തി വിശേഷണത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഭാഗമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 34-35 വാക്യങ്ങളിൽ നാം ദർശിക്കുന്നത്. ശിമയോന്റെ പ്രവചനം മറിയത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി വേദനയുടെ സന്ദേശമാണ് നൽകിയത്. അവളുടെ പുത്രൻ വിവാദ വിഷയമാകും, അവളുടെ ഹൃദയത്തിൽ ഒരു വാൾ തുളച്ചു കയറും. മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ആന്തരിക മർമ്മങ്ങൾ അവിടെ വളരുകയായിരുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും കുത്തുവാക്കുകളും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള കളിയാക്കലുകളും അവഗണനകളും നമ്മെ കാത്തിരിക്കുന്ന ഹൃദയത്തിലെ വാളുകളാണ് എന്ന് കാണാനുള്ള വിശ്വാസ വളർച്ച മറിയത്തോടൊപ്പം നമുക്കും നേടാനായോ? ഈശോയുടെ ജീവിതയാത്ര പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതയാത്രയും ആത്മീയ വളർച്ചയുമായിരുന്നു. ആ അമ്മയ്ക്ക് കുരിശിൻ ചുവട് വരെ യാത്ര ചെയ്യേണ്ടിയിരുന്നു. പരിഭവങ്ങളില്ലാതെ, പരാതിയില്ലാതെ, പുത്രന്റെ വേദനകൾ കണ്ട് ഹൃദയം നുറുങ്ങി നിൽക്കുന്നിടത്ത് മകൻ അമ്മയെ ഉപേക്ഷിക്കുന്നുണ്ട്. ആ ഉപേക്ഷ ഇപ്രകാരം യോഹന്നാൻ 19:27 സംഗ്രഹിക്കുന്നു: സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. പ്രിയ ശിഷ്യനെ ചൂണ്ടി ഈശോ പറഞ്ഞത് ഇതാ നിന്റെ അമ്മ എന്നുമാണ്. ദൈവഹിതം അന്വേഷിച്ച് ക്രിസ്തുവിൻ്റെ പിന്നാലെ ചെല്ലുന്നവരുടെയെല്ലാം അമ്മയാകാൻ, ലോകത്തിൻ്റെ മുഴുവൻ അമ്മയാകാൻ മകൻ സ്വന്തം അമ്മയെ കൈവിട്ട സമയം. ദൈവഹിതം തേടുന്നവർക്ക് നെരിപ്പോടുകൾ നിറപുഷ്പങ്ങളാണെന്നും മാതാവിൻ്റെ വിമല ഹൃദയം നമ്മെ പഠിപ്പിക്കുന്നു. അവൾക്കു പിന്നെ ശിഷ്യരെല്ലാം മക്കളായി. ലോകത്തെ മുഴുവൻ സ്വന്തം ഹൃദയത്തിൽ സംഗ്രഹിച്ച പരിശുദ്ധ മറിയം നമ്മുടെ വഴികളിൽ മാർഗദർശിയാകട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നമ്മെ സഹായിക്കട്ടെ, സംരക്ഷിക്കട്ടെ.